ഇടതുപക്ഷ ഭരണസമിതി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീമതി മിനി ആന്റണിയുടെ കൂടി സഹായത്തോടുകൂടി ബ്ലോക്കിൽ നിന്നും അതിന്റെ ഉടമസ്ഥാവകാശം പഞ്ചായത്തിലേക്ക് മേടിച്ചെടുക്കുകയും ബ്ലോക്ക് പഞ്ചായത്തിന് 2 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപയും വെച്ച് അതിന്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കാട് പിടിച്ച് മാലിന്യ കൂമ്പാരമായി കിടന്നിരുന്ന ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഴയ കെട്ടിടം മിനി ഓഡിറ്റോറിയമാക്കി മാറ്റി. അതിനകത്തൊരു ഓഫീസ് കൂടിയുണ്ട്. എന്നാൽ പിന്നെ ഏറ്റവും സൗകര്യപ്രദമായി കുടുംബശ്രീ ഓഫീസ് അവിടേക്ക് മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ കമ്മിറ്റിയിലെടുത്ത ചർച്ചയ്ക്ക് കോൺഗ്രസിന്റെ UDF-ന്റെ മെമ്പർമാർ ഒന്നടങ്കം പറഞ്ഞത് അത് മാറ്റേണ്ടതില്ല, ഇപ്പോഴത്തെ ആ കെട്ടിടത്തിൽ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ആ കെട്ടിടത്തിൽ നിന്ന് അവർ നരകിക്കട്ടെ എന്നാ പറഞ്ഞത്. കുടുംബശ്രീയെ സഹായിക്കുന്ന സമീപനമാണോ UDF-ന്റേത്? ഇങ്ങനെ ഓരോരോ മേഖലയെടുത്ത് ഞാൻ മുസ്ലിം ലീഗ് കവലയിൽ ഈ ജാഥയുടെ ഭാഗമായി സംസാരിച്ചപ്പോൾ ചോദിച്ചു, തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ആരോഗ്യകരമായി നമുക്ക് സംവദിക്കാം. കഴിഞ്ഞ 5 വർഷക്കാലം 9ാം വാർഡിലെ മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ എന്റെ വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ജോസഫ് സാർ 3ാം വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന 5 വർഷക്കാലവും 10 വർഷക്കാലം ആ വാർഡിലെ മെമ്പറായി പ്രതിനിധീകരിച്ച 10 വർഷക്കാലം, അങ്ങനെ 15 വർഷക്കാലം കൊണ്ട് അവർ ആ വാർഡിൽ 8ാം വാർഡിൽ ചെയ്ത പ്രവർത്തനങ്ങളും നമുക്കൊന്ന് വിലയിരുത്തി പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തയ്യാറാകുമെങ്കിൽ ആവട്ടെ, ഓരോന്നോരോന്നോ എണ്ണി ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പൊ സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി, സ്വന്തം വാർഡുകളിൽ പണം ലാപ്സാക്കിയത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി സമരപ്രദർശനം നടത്തുകയാണ്.